Welcome to the next lecture of the Laplace transform, unit step function and its properties. Unit step function already we define cheyidittunde. What is mean by unit step function? Actually, the unit step function is defined by u of t minus a equal to, that is 0 for 0 less than or equal to t less than a, and equal to 1 for t greater than or equal to a. Okay. സോ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രീതിയിൽ സ്റ്റെപ്പായിട്ടുള്ള ടൈപ്പ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇക്വേഷൻ ഇൻ ടു എ വൺ ഫംഗ്ഷൻ ആയിട്ട് മാറ്റണം യൂസിങ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതിലുള്ള ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. സപ്പോസ് എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ 0 to a, h of t for a less than or equal to t less than b, k of t for t greater than or equal to b ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫോർമുല ഇത് പഠിച്ചു വെക്കുക. g of t plus h of t minus g of t into u of t minus a plus k of t minus h of t into u of t minus b. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറയുമ്പോൾ ഏത് വരും? ഫസ്റ്റ് എടുക്കാനുള്ളത് ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചൂസ് ചെയ്യാം. സപ്പോസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 for 0 less than or equal to t strictly less than 2, minus 1 for 2 less than or equal to t less than 3 വന്നു. പിന്നെ 0 for t greater than or equal to 3 ആയി. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാ അതിൻ്റെ ഫംഗ്ഷനെ മാറ്റി എഴുതുക? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇവിടെ ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് 2, എച്ച് ഓഫ് ടി മൈനസ് 1, കെ ഓഫ് ടി 0. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ജി ഓഫ് ടി, അതായത് 2 പ്ലസ് പിന്നെ എച്ച് ഓഫ് ടി മൈനസ് കെ ഓഫ് ടി മൈനസ് 1 മൈനസ് 2, ദാറ്റ് ഇസ് മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് k of t minus h of t, 0 minus minus 1 into u of t minus 3. So, ഇത് എന്ത് വരും? f of t equal to 2 minus 3 into u of t minus 2 plus u of t minus 3 plus u of t minus 3. ഇതായിരിക്കും നമ്മുടെ ഫോമാറ്റ് വരിക. ഓക്കെ. ഇതേപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ സപ്പോസ് ദാറ്റ് given f of t is equal to, suppose that g of t for 0 less than or equal to t less than a and h of t for t strictly greater than or equal to a. ഓക്കെ. അപ്പോൾ ബി ഇല്ല ഈ കേസിൽ. ബി ഇല്ലാത്ത കേസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്താ ചെയ്യണ്ടേ? എച്ച് ഓഫ് ടി കെ ഓഫ് ടി അവിടെ ഇല്ല. നമ്മൾ ചെയ്യുക ജി ഓഫ് ടി, ഓക്കെ, ജി ഓഫ് ടി പ്ലസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്തത് എച്ച് ഓഫ് ടി മൈനസ് കെ ഓഫ് ടി ആണ്. എച്ച് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി, എച്ച് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി, എച്ച് ഓഫ് ടി മൈനസ്, ഇതിൽ ബി ഇല്ല. ആക്ച്വലി ബി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എച്ച് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ജി ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് ടി യു ഓഫ് ടി മൈനസ് എ മൈനസ് ജി ഓഫ് ടി യു ഓഫ് ടി മൈനസ് എ. ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്തൊരു പ്രോബ്ലം ആണെങ്കിൽ suppose f of t is in this manner, that is 0 for 0 less than or equal to t strictly less than a. പിന്നെയോ g of t for a less than or equal to t less than a. ഇനി അടുത്തത് 0 for t greater than or equal to b. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ മാറ്റി എഴുതുക? അപ്പോൾ g of t h of tയുടെ സ്ഥാനത്ത് ഇതാണ് നമ്മുടെ g of tയുടെ സ്ഥാനത്ത്, ഇത് h of tയുടെ സ്ഥാനത്ത്, ഇത് k of tയുടെ സ്ഥാനത്ത്. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതും? 0 പ്ലസ് എച്ച് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി. അപ്പോൾ ജി ഓഫ് ടി മൈനസ് 0
into u of t minus a plus k of t minus g of t. 0 minus g of t into u of t minus b വരും. So this is equal to g of t into u of t minus a minus g of t into u of t minus b1. Okay, g of t outside എടുത്തു കഴിഞ്ഞാൽ g of t into u of t minus a minus u of t minus b. u of t minus a into u of t minus b. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. f of t equal to, that is 2 for 0 less than or equal to t less than pi, 0 for pi less than or equal to t less than 2 pi, പിന്നെ sin t വരും, that is t greater than or equal to 2 pi. അപ്പോൾ എങ്ങനെ എഴുതുക? ആദ്യത്തേതിൽ 2 പ്ലസ് പിന്നെ 0 minus 2, 0 minus 2 into u of t minus pi plus again sin t minus 0 into u of t minus 2 pi, which implies എന്ത് കിട്ടും? 2 minus 2 into u of t minus pi plus sin t into u of t minus 2 pi. ഇതായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? ഒന്നും കൂടി ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ f of t equal to, suppose that is equal to sin t for t less than pi by 4, പിന്നെ വരുന്നത് sin t plus cos of t minus pi by 4 എപ്പോഴാ? t greater than or equal to pi by 4. ഈ കേസിൽ എങ്ങനെ വരും അതിനെ? is equal to ഇത് മാറ്റി എഴുതുന്നത്, actually this is same as sin t plus g of t, where g of t equal to 0 for t less than pi by 4 and cos of t minus pi by 4 for t greater than or equal to pi by 4. അങ്ങനെ ആലോചിക്കണമെന്നില്ല. നമ്മൾക്ക് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ റിസൾട്ട് വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അതായത് സൈൻ ടി പ്ലസ് ഈ ജി ഓഫ് ടിയുടെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ നേരത്തെ പോലെ ഡയറക്റ്റ് ചെയ്യാം. ടെക്സ്റ്റിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ്, സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ജി ഓഫ് ടി, ഇത് നമ്മുടെ എച്ച് ഓഫ് ടി. ബിയുടെ കേസ് ഇല്ല അവിടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ജി ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് ആൻസർ. അപ്പോൾ എന്ത് വരും? സൈൻ ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 മൈനസ് സൈൻ ടി, അതായത് മൈനസ് ജി ഓഫ് ടി വരും, ഇൻറ്റു യു ഓഫ് ടി മൈനസ് pi by 4, which is same as sin t plus cos of t minus pi by 4 into u of t minus pi by 4. Okay, ഇതാണ് നമ്മുടെ ആൻസർ വരിക. എഫ് ഓഫ് ടീനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞ് കിട്ടുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ.